അപ്പോളേ ഇന്ന് ഒരു ബോയ് ഉണ്ടാക്കാനുള്ള ശ്രമം കേട്ടോ. അതിനാണ് ഈ കട്ട് പീസൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് വലിയ ശീലമൊന്നുമില്ല, ഒരു ശ്രമം അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനും ഒന്ന് ശ്രമിച്ചു നോക്കും, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോളേ ആദ്യം കണ്ടതേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബോയില്ലേ, അതിന്റെ സെന്ററിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കില്ലേ, ആ ചുറ്റി കൊടുക്കണ ആ ഒരു ചെറിയൊരു ക്ലോത്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഒയ്യോ ഒന്നും പറയണ്ട, മര്യാദയ്ക്കൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഇത് ബോയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം സെന്ററിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് ഒട്ടിച്ചു. എന്തായാലും ഇതിന് വീതി ഇച്ചിരി കുറവാണ്, അതായത് അതുകൊണ്ട് രണ്ടെണ്ണം എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു. കുറച്ച് വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇത് രണ്ടെണ്ണം കൂട്ടിപ്പിടിക്കാൻ തന്നെ എന്തൊരു കഷ്ടപ്പാടാന്നറിയോ. അതും ഇത് സ്പണ്ണിന്റെ തുണിയും കയ്യിൽ നിൽക്കേ ഇല്ല. ഇത് തയ്ച്ചെടുക്കണവരെ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ഞാനും അത്യാവശ്യം കയറിയതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കും. അങ്ങനെ ആ രണ്ട് ചെറിയ ബോയും കൂടി ഒരുവിധം ഞാൻ ഒട്ടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ആ നേരത്തെ ഒട്ടിച്ചെടുത്ത ആ ഒരു പീസും കൊണ്ട് ചുറ്റിയെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ബോയ്ക്ക് ഉണ്ട് കേട്ടോ. വേറെ നല്ല ബോയ് ഇതിനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നോക്കി നിന്ന് ചിരിക്കൂട്ടോ, ഇത് എന്തിട്ട് ഇത് എന്ന് ചോദിക്കൂ. അങ്ങനെ ബോയൊക്കെ ചുറ്റിയെടുത്തിട്ട് അതിന്റെ നടുവില് ഒരു ഉടുപ്പിന്ന് കിട്ടിയ പീസാണത്. അതും ഒട്ടിച്ചു കൊടുത്ത് മനസ്സിൽ പറയണോ, അയ്യോ ഇത് എന്തോ സാധനം അറിയില്ല. എന്നാലും ഞാൻ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട്, ഇതൊന്ന് കോർത്ത് കൊടുത്ത് നോക്കാം. എന്തായാലും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും മുടക്കം വരുത്തുന്നില്ല. ഈ മുത്ത് തുന്നി കൊടുത്തപ്പോഴല്ലടാ അടുത്ത പ്രശ്നം, മര്യാദക്ക് തുന്നാൻ വരെ അറിയില്ല. ഇതെല്ലാം ചെയ്യാൻ അറിയണവര് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, ഇത് എന്തൊട്ടത്. ആ ബോയോ ശരിയായില്ല, ഇനി മുത്തെങ്കിലും തുന്നി കൊടുത്തിട്ട് ഒരല്പെങ്കിലും ആശ്വാസം കാണുമ്പോ എങ്ങനെ ഒരു സമാധാനം വേണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് തുന്നി കൊടുക്കണുണ്ട്. ഒന്നും പറയണ്ട, ഇതുപോലെ ഒരു ബോയുടെ ഒരു ഫോട്ടോ കണ്ടതാണ്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ആഗ്രഹം തോന്നി. അറിയണ രീതിയിലൊക്കെ എടുത്തു വെച്ച് ഉണ്ടാക്കിയതാണ്. അത് ഇങ്ങനെയായി. ലാസ്റ്റ് ഒരു അലിഗേറ്ററിന്റെ ഒരു ചെറിയൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൈ കൊണ്ട് നമ്മൾ സൂചി നൂലൊക്കെ ഇട്ട് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്താലും മതി, കാര്യം എൻ്റെ അടുത്ത് മെഷീനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതെന്തോ ഇങ്ങനെ ഒട്ടിക്കാനാണ് തോന്നിയത് ആ സമയത്ത്. പക്ഷെ അത് വലിയ മണ്ടത്തരായി പോയി. പിന്നെ ഈ വീതിയുള്ള പീസ് എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാട്ടോ. പക്ഷെ അതും കുളമായി, ആകെ ചളായി പോയി. എന്താ പറ്റിയെന്നറിയോ, നമ്മൾ ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുമ്പം ഈ ഗ്ലൂ ഗണ്ണിന്റെ പശ ഇടയ്ക്ക് നല്ല ഹാർഡല്ലേ. അപ്പോൾ അത് വെച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരികയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പിടിച്ചെടുക്കാൻ പറ്റണില്ല. അപ്പം അതിൻ്റെ അഞ്ഞൂറിയൊന്നും കറക്റ്റ് ആവണില്ല. അതാണ് പറ്റിയത്. ഞാനിങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അവരെങ്ങനെയാണ് ചെയ്തത് എനിക്ക് ഒരു പിടിയില്ല. എന്തായാലും ഞാൻ ഒട്ടിച്ചിട്ട് ശരിയായില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, മിഷനുള്ളവർ തയ്ച്ചെടുക്കുക. നീ അതില്ലാത്തൊരു സൂചി നൂലും വെച്ചിട്ടൊന്ന് തയ്ച്ച് കൈത്തുന്നലായാലും തുന്നിയെടുത്താൽ മതി, അതായിരിക്കും ബെറ്റർ. ഇതുപോലെ എളുപ്പപ്പണിക്ക് നിന്ന് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ? എനിക്ക് പണി കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും പോട്ടെ. ഇതിന്റെ നടുവിലും ഒട്ടിച്ചു കൊടുത്ത ഒരു ബട്ടൺസ്, ഇതൊക്കെ ഉടുപ്പിന്ന് കിട്ടണത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതും ഒരു അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇത് കുറച്ച് വലുതായിട്ടോ, കുറച്ചല്ല ഇച്ചിരി അധികം വലുതായി. അപ്പോൾ ആദ്യമായിട്ട് ബോയ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ശരിയായില്ല. ഇനി നമുക്ക് അടുത്ത പണിയായിട്ട് വേറെ സമയത്ത് വരാട്ടോ. പിന്നെ ഇത് ഞാൻ നിങ്ങളോട് ഇഷ്ടപ്പെട്ടു എന്ന് എങ്ങനെയാ ചോദിക്കുക? എനിക്ക് വരെ ഇഷ്ടപ്പെട്ടില്ല, പിന്നെയല്ല നിങ്ങൾക്ക്. എന്തായാലും സാരില്ല. അതുകൊണ്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറയണില്ല. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വാചകടി കേട്ടിട്ടുണ്ടെങ്കിൽ അത് സഹിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ വേറെ നല്ല വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് അടുത്ത ദിവസങ്ങളിൽ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.